നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഓസ്ലർ കണ്ടു. മലയാളത്തിലെ 2024 ആദ്യ ഹിറ്റ് പിറന്നു വീണ് കഴിഞ്ഞു. മിഥുൻ മാനുവൽ തോമസും കൂട്ടരും അങ്ങനെ തങ്ങളുടെ മാസമാക്കി മാറ്റി, ആദ്യ ഹിറ്റാക്കി മാറ്റി മലയാള സിനിമയ്ക്ക് ഒരു ഉണർവ് നൽകിയിരിക്കുകയാണ് അബ്രഹാം ഓസ്ലറിലൂടെ. ചിത്രത്തിന്റെ മുന്നോട്ടുള്ള നീക്കവും അതുപോലെ തന്നെ ആളുകളുടെ വലിയ റെസ്പോൺസും നോക്കുമ്പോൾ ചിത്രം ഒരു 50 കോടിക്ക് മുകളിൽ പോകാവുന്ന ഒരു ചിത്രം എന്നാണ് എനിക്ക് ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. നേര് എന്ന സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും തീർച്ചയായിട്ടും അബ്രഹാം ഓസ്ലറും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടിക്ക് മുകളിൽ. കാരണം ആ ചിത്രത്തെക്കാൾ കുറച്ചും കൂടി എൻഗേജ്മെന്റ്സ് ഈ സിനിമയ്ക്ക് തോന്നി. ചിത്രങ്ങളെ കമ്പയർ ചെയ്യുകയല്ല, ആ ചിത്രത്തിന്റെ സംവിധായകര് എത്രത്തോളം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ അത് അത്രത്തോളം തന്നെ മനോഹരമായിട്ട് തന്നെ ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. നേരിന്റെ സംവിധായകൻ പറഞ്ഞ പോലെ അതൊരു കാർട്ടൂൺ ഡ്രാമയാണ്, അതൊരു ദൃശ്യം പോലത്തൊരു സിനിമയല്ലെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പ്രതീക്ഷകൾ കൊണ്ട് തന്നെ ആ സിനിമ കാണാൻ പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ഓക്കെ ഫീലിംഗ് ആയിരുന്നു. ഒരുവിധം കുഴപ്പമില്ലാത്തൊരു സിനിമ തന്നെയായിരുന്നു. ഒരു 90% മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സിനിമ. അതേ കാറ്റഗറിയിൽ തന്നെ വരാവുന്ന ഒരു സിനിമ എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ സിനിമ കാണാൻ പോയത്. കാരണം അതിന്റെ സംവിധായകനും പറഞ്ഞു, മിഥുൻ മാനുവലും പറഞ്ഞിരുന്നു, ഈ സിനിമ നിങ്ങൾ 5-ാം പാതിര പ്രതീക്ഷിച്ച് പോകരുത്, കാരണം അത് വേറെ ഇത് വേറെ. അതുകൊണ്ട് തന്നെ 5-ാം പാതിര പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഈ സിനിമയ്ക്ക് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ നഷ്ടമൊന്നും ഈ സിനിമ ഉണ്ടാക്കിയില്ല. സമയനഷ്ടവും അതുപോലെ തന്നെ നഷ്ടവും ഇല്ലാതെ മാനസികമായിട്ട് അത്യാവശ്യം എൻഗേജ് ചെയ്യിപ്പിച്ച്, അത്യാവശ്യം ത്രില്ലടിച്ച്, കൈയടിച്ച്, സെന്റിമെന്റ്സ് ആയിട്ടുള്ള സീനുകൾ മമ്മൂക്ക ചെയ്യുന്നതിന്റെ മനോഹാരിത നോക്കി നിന്ന് വളരെ മനോഹരമായിട്ട് തന്നെ ആ സിനിമ എന്നെ അത് ആകർഷിച്ചു. നമുക്കറിയാം ഇതിലൊരു എക്സ്റ്റൻഡ് ക്യാമിയോ റോളായിട്ട് മമ്മൂക്ക വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ മികച്ച പ്രകടനം ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല നമ്മളെ ഞെട്ടിക്കുന്നത്. ഇത് ചെറിയൊരു കാര്യവുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ജയറാം എന്ന നായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് ഒരു തിയേറ്റർ ഹിറ്റ് ഇല്ലാതിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്കാണ് അബ്രഹാം ഓസ്ലർ എന്ന ചിത്രം നടന്നു കയറുന്നത് എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ അദ്ദേഹത്തിനോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ട് മാത്രമായിരിക്കില്ല ഈ സിനിമ എത്രത്തോളം ഹിറ്റായത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റൻഡ് ക്യാമിയോ റോളിൽ വന്ന് 10-20-25 മിനിറ്റ് നിന്നുകൊണ്ട് സിനിമ തന്റേതാക്കി മാറ്റിയ മമ്മൂക്ക എന്ന മെഗാ ആക്ടറുടെ ആ ഒരു സ്വാഗ് തന്നെയാണ്. അദ്ദേഹത്തെ തിയേറ്ററിൽ കാണിക്കുമ്പോൾ തന്നെ കയ്യടി ബഹളമാണ്. തിയേറ്ററിൽ അദ്ദേഹം വരുമ്പോൾ ആർപ്പുവിളികളാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ മാത്രമൊന്നുമല്ല ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളത്, ഫാമിലികളുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ കയ്യടിയോടുകൂടി തന്നെ തങ്ങളുടെ നായകനെ ഏറ്റെടുക്കുന്ന കാഴ്ച വളരെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിൽ മമ്മൂക്കയ്ക്ക് ഒരു എൻട്രി ഈ സിനിമയിൽ കിട്ടുമെന്ന്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ലൈറ്റിങ്ങും ക്യാമറ ആംഗിൾസും ഒക്കെ പക്ക എന്ന് പറഞ്ഞ പക്ക. അത്ര മനോഹരമായിട്ട് തന്നെ സിനിമയിൽ അത് എടുത്തു വെച്ചിട്ട് കുറച്ചു നേരമേ മമ്മൂക്കുള്ളൂ. 10-20-25 മിനിറ്റ് ഏകദേശം ഉണ്ട്, അരമണിക്കൂറോളം എന്ന് വേണമെങ്കിൽ പറയാം. അതിലും അദ്ദേഹം തന്റെ മനോഹരമായിട്ടുള്ള സത്വസിദ്ധമായ അഭിനയ ശൈലിയിൽ, കൺട്രോൾഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ശബ്ദ വിന്യാസങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഒരു ചില ഡയലക്റ്റ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ പുതിയ രീതിയിൽ അതിനെ പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്രയും രസകരമായിട്ട് തന്നെ ആ കഥാപാത്രത്തെ എടുത്തു വെച്ചിരിക്കുകയാണ്. അബ്രഹാം ഓസ്ലറുടെ എതിരാളിയായിട്ട് വരുന്ന ഒരു കഥാപാത്രം എത്രത്തോളം കിടിലനായിരിക്കണമെന്ന് സിനിമയിൽ കാണിക്കുന്നുണ്ടോ അത്രത്തോളം കിടിലനായിട്ട് തന്നെ ആ സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെയും എടുത്തു വെച്ചിട്ടുണ്ട്. വില്ലൻ കഥാപാത്രങ്ങളും തകർപ്പൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. പല വ്യക്തികളും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സർപ്രൈസ് എലമെന്റ്സുകൾ സിനിമയിലുണ്ട്. എന്നാൽ മനോഹരമായിട്ട് തന്നെ പല കഥാപാത്രങ്ങൾ അവരുടെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പുതിയ താരങ്ങളുടെ അഭിനയമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പുതിയ താരങ്ങളാണെന്ന് അറിഞ്ഞുകൂടാ. ചില സഹതാരങ്ങളായിട്ട് വന്ന് ഞാൻ ഇതുവരെ അവരെ തിയേറ്ററിൽ മുന്നേ സിനിമകളിലൊന്നും കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളാണ്. അവരുടെ ചില അഭിനയ മുഹൂർത്തങ്ങള്, ചില കല്ലുകടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി നല്ല മേക്കിങ്ങോടുകൂടി സിനിമയെ എൻഗേജ് ചെയ്യിപ്പിച്ച് ആളുകളുടെ ആ ഒരു ശ്രദ്ധ തെറ്റിക്കാതെ മലയാള സിനിമയെ മുന്നോട്ട് നയിക്കാൻ തനിക്ക് ഇനിയും കഴിയുമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് മിഥുൻ മാനുവൽ തോമസ് എന്ന ഹൃദയസ്ഥനായ സംവിധായകനും തിരക്കഥാകൃത്തും. ഈ ചിത്രം അദ്ദേഹത്തിന്റെ തിരക്കഥയിലല്ല എങ്കിൽ കൂടി ചിത്രം മനോഹരമായിട്ട് തന്നെ അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. മെഡിക്കൽ ടൈംസും ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ പോലത്തെ സാധാരണക്കാർക്ക് അത്തരം വാക്കുകളൊക്കെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ സിനിമയുടെ സംവിധായകൻ കൂടിയായ മിഥുൻ മാനുവൽ തോമസ് നമ്മളെല്ലാവരെയും വളരെയധികം ഇരുത്തം വന്ന ഒരു മെഡിക്കൽ സ്റ്റുഡന്റിനെ പോലെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വലിയ നോളജ്, അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ തിരക്കഥ എഴുതിയതിന്റെ ഗുണം എന്നൊക്കെ വേണമെങ്കിൽ ആ ഒരു സിനിമയെ കുറിച്ച് നമുക്ക് പറയാം. ഒരു 2ാം ഭാഗത്തിനുള്ള സ്കോപ്പ് നിലനിർത്തിക്കൊണ്ടാണ് ചിത്രത്തിന്റെ അവസാന രംഗം നിൽക്കുന്നത്.
ഒരു പൂർണ്ണത ഇല്ലാത്ത പോലെ പെട്ടെന്ന് തോന്നുമെങ്കിലും പക്ഷേ അതൊരു പൂർണ്ണമാണ്. പൂർണ്ണത ഇല്ലാത്തതിന്റെ കാരണം അത് രണ്ടാം ഭാഗം ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അത് രണ്ടാം ഭാഗം വരികയും അതിൽ മികച്ച ഒരു ക്യാമിയോ റോൾ വേറെ ഏതെങ്കിലും താരത്തിനെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഓസ്ലർ എന്നൊരു പുതിയൊരു സീരീസ് തന്നെ ആരംഭിക്കാനുള്ള വകുപ്പ് ആ ഒരു താരത്തിന്റെ കഥാപാത്രത്തിലുണ്ട്. അത് ജയറാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയായിരിക്കും. മാത്രമല്ല ജയറാമിനെ മറ്റു ഭാഷ സിനിമകളിലൊക്കെയുള്ള മാർക്കറ്റ് നോക്കുമ്പോൾ ചിത്രം മികച്ച രീതിയിൽ തന്നെ റെസ്പോൺസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സിനിമകൾ ഇത്തരം ക്യാൻവാസിൽ ഇത്തരം സ്റ്റൈലിലോ അല്ലെങ്കിൽ ഇതിന്ന് വ്യത്യസ്തമായ സ്റ്റൈലിലോ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, ജയറാമിന്റെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ കരിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും തുടക്കം എന്ന നിലയിൽ 50 കോടി ക്ലബിൽ ഉറപ്പായിട്ടും ഈ ചിത്രം എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അബ്രഹാം ഓസ്ലർ അങ്ങനെ 2024 മാത്രമല്ല ജയറാമിന്റെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. മമ്മൂക്ക എന്ന എക്സ് ഫാക്ടർ തന്നെയാണ് ചിത്രത്തിനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം. ഇന്റർവെല്ലിന് സമയത്ത് അല്പമൊന്ന് ബാക്കോട്ട് അടിച്ച സിനിമയെ അദ്ദേഹത്തിന്റെ ഒറ്റൊരു എൻട്രിയിലൂടെ വീണ്ടും പൂർണ്ണമായ ശക്തിയിൽ പുതിയ ഒരു ഹോഴ്സ് പവറിൽ അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ കാണുന്നു. മികച്ച രീതിയിൽ തന്നെ ഒരു ലവ് സ്റ്റോറി അതിലൂടെ കടന്നു പോകുന്നു. മാത്രമല്ല കുറച്ച് ഫ്ലാഷ് ബാക്ക് സീനുകൾ, അതിൽ ഫ്ലാഷ് ബാക്ക് സീനുകളിലെ പള്ളിയിലെ പാട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആ പാട്ട് എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള മാറിയോനാൻ മന്ദാന ചർച്ച്, തൃശ്ശൂരിലെ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സുറിയാനി ചർച്ചാണ്. മാറിയോനാൻ സുറിയാനി ചർച്ചിൽ വെച്ചിട്ടാണ് ഈ ഒരു ഷൂട്ട് എടുത്തിരിക്കുന്നത്. സെബസ്ത്യാനോസ് പുണ്യാളന്റെ തിരുനാളിനോട് 50 തിരുനാളോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഗാനമേളയിൽ ഒരു പഴയൊരു പാട്ട് നമുക്കറിയാം. ആ പാട്ട് ഇപ്പൊ ഹിറ്റാണ്, നമുക്കറിയാവുന്ന പാട്ട് തന്നെയാണ്. പൂമാനമേ എന്നുള്ള മമ്മൂക്ക അഭിനയിച്ച നടക്കൂട്ടിലത്തെ ആ പാട്ട് തന്നെ ആ കാലഘട്ടം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ ആണ്. എന്തായാലും പഴയ ഒരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഷൂട്ട് ഞാൻ കണ്ടതാണ്. രാത്രിയിൽ പാതിരാത്രിയായിരുന്നു ഇവിടെ ഷൂട്ട് ഉണ്ടായത്. ഷൂട്ട് ഫുള്ളായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. നമ്മളിതിന്റെ ഒരു ചെറിയൊരു റീൽ വീഡിയോ പോലെ ഞാനത് ഇട്ടിരുന്നു, സ്റ്റോറി പോലെ ഇട്ടിരുന്നു. അന്ന് എനിക്ക് ഫുൾ നിൽക്കാൻ പറ്റിയില്ല, കാരണം 1 മണി 2 മണിക്കൊക്കെ ആയിരുന്നു ഷൂട്ട്. ഏതായാലും അതിൽ അഭിനയിച്ച താരങ്ങളെല്ലാം മികച്ച രീതിയിൽ തന്നെ അവരുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. സഹതാരങ്ങളിൽ ചിലർക്ക് ചില കൈമോശം വന്ന അഭിനയവും എക്സ്പ്രഷനും ഒക്കെ ഉണ്ടായെങ്കിൽ കൂടി ചിത്രം ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുകയും ചിത്രം വലിയൊരു ഹിറ്റിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഇവിടെ. പ്രത്യേകിച്ച് അതിന്റെ സൗണ്ട് കൊടുത്തിരിക്കുന്ന, മ്യൂസിക് കൊടുത്തിരിക്കുന്ന ആ മനോഹരമായ രീതിയിൽ എടുത്തിരിക്കുന്ന രീതികൾ, അതുപോലെ തന്നെ ക്യാമറ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തേനീശ്വരാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ ആളുടെ പേരിന്റെ മനസ്സിലായി മിഥുൻ തന്നെയാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര്. ഏതായാലും അതും വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടും നന്നായിട്ടുണ്ട്. പാട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതി ഒക്കെ നന്നായിട്ടുണ്ട്. അനശ്വര രാജിനെ കുറിച്ചാണ് പിന്നെ പറയാനുള്ളത്. അനശ്വര രാജൻ ഒരു വല്ലാത്തൊരു മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നേരിടുന്ന സിനിമയെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വളർന്നു വരുന്ന ഒരു മഞ്ജു വാര്യരെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്കോ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു നടിയായി, താരമായി അവർ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫ്ലാഷ് ബാക്കിൽ അവരുടെ ഒരു പ്രണയ രംഗങ്ങളൊക്കെ നമുക്കത് അത്രോളം ഫീൽ വരുന്ന രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന്റെ മികവ് തന്നെയാണ് ചിത്രത്തിനെ ഏറ്റവും മുന്നോട്ട് നയിക്കുന്ന ഘടകം. അതുപോലെ സെറ്റ് ഇട്ടിരിക്കുന്നതും, അതുപോലെ തന്നെ ചില ഏരിയകൾ, എനിക്ക് പരിചയമുള്ള ഒരുപാട് സ്ഥലങ്ങൾ, തൃശ്ശൂർ ഏരിയയിലാണ് ചിത്രത്തിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ, മുണ്ടത്തിക്കോട്, പൂമല, പറമ്പായ, ചോറ്റുപാറ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ പൂമല ഡാമിനോടനുബന്ധിച്ചും അതുപോലെ മുണ്ടത്തിക്കോട് പരിസരത്തൊക്കെ, മെഡിക്കൽ കോളേജിന്റെ പരിസരത്തൊക്കെ സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. വിയ്യൂര് ജയിലിലുണ്ടായിരുന്നു ഷൂട്ടിംഗ്. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ പള്ളിയിലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ തൃശ്ശൂർ എത്രമാത്രം സിനിമയ്ക്ക് വളമായി മാറുന്നു എന്ന് കാണിക്കുവാനാണ്. ഇവിടെ ഭയങ്കര സംസാരങ്ങളൊക്കെ തിയേറ്ററിൽ ഈ സ്ഥലം കാണിക്കുമ്പോഴൊക്കെ കയ്യടി വരെ ഉയർന്നിരുന്നു. മുണ്ടത്തിക്കോട് കാണിക്കുമ്പോൾ കയ്യടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് രംഗങ്ങൾ. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് മമ്മൂക്കയ്ക്ക് തന്നെയാണ്. മമ്മൂക്ക ഗംഭീരമായിട്ടുള്ള എൻട്രിയാണ്. ഏതാണെന്നൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക. വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും നന്നായിട്ടുണ്ട്. മമ്മൂക്കയും അതുപോലെ തന്നെ ജഗദീഷും സൈജു കുറുപ്പും ദിലീഷ് പോത്തനും അതുപോലെ ഏറെ കാലങ്ങൾക്ക് ശേഷം കുമരക രഘുനാഥ് എന്ന കഥാപാത്രത്തിന് കാണാൻ സാധിച്ചു. മാത്രമല്ല അങ്ങനെ ഒട്ടനവധി പഴയകാല താരങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നതൊക്കെ, ബോബൻ ആലുമൂടൻ എന്ന ഒരു നായകനെ വളരെ വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കാണാൻ സാധിച്ചു. സീരിയലിലൊക്കെ അദ്ദേഹം ഉണ്ടെന്ന് കരുതുന്നു. ഏതായാലും വളരെയധികം എൻഗേജിങ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. ഷുവർ ഹിറ്റ് 2024 ജനുവരി മാസം അങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയൊരു
എതിരാളി വരുന്നത് ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബനാണ്, ലിജോ ജോസ് പല്ലിശ്ശേരിയുമായിട്ട് ഒന്നിച്ചുള്ളത്. അത് വരുമ്പോൾ അറിയാം ഈ ചിത്രം അതിനോട് എത്രത്തോളം മത്സരിച്ച് നിൽക്കുമെന്ന്. എന്തായാലും അതുവരെ ഈ ചിത്രം 50 കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ നിജം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ 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 ബൈ.